അപ്പോൾ നമ്മൾ നാരങ്ങേൻ്റെ എസൻസ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. നാരങ്ങേൻ്റെ എസൻസ് പറഞ്ഞാൽ നാരങ്ങ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് അത് നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നാരങ്ങ ഒന്നും വേണ്ട, കടയിൽ ഒഴിവാക്കിയ കേടുന്ന നാരങ്ങ ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് നാരങ്ങ, ആ നാരങ്ങ മതി. അതിന് ചെറിയ പൈസ കൊടുത്താൽ മതി. മറ്റൊരു നല്ലത് മേടിക്കുകയാണെങ്കിൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നല്ലതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ചെറുതാക്കി മുറിച്ചിട്ട് മിക്സിയിൽ കടിച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ മാറ്റിയിട്ട് അതിൽ ചണ്ടി ഉണ്ടാവും, ആ ചണ്ടി എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ലാസ്റ്റ് ആ വെള്ളം മാത്രം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ നല്ല സ്റ്റീൽ പാത്രങ്ങൾ കഴുകാൻ പറ്റും, കഴുകി കഴിഞ്ഞ് വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതാട്ടെ നമ്മളെ സാധനം. ആ നാരങ്ങ മിക്സിയിലിട്ട് അടിച്ച് എടുത്ത സാധനം ഇതാ കണ്ടില്ലേ. കഞ്ഞിവെള്ളമൊന്നുമല്ല, ഒറിജിനൽ നാരങ്ങ ഈ സാധനം. അപ്പോൾ ഇന്നത്തെ ഇവിടെ വയ്ക്കാം നമുക്ക്. അപ്പോൾ ഈ സാധനം ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, ഇത് ആരും ഉണ്ടാക്കില്ല. ഇതിപ്പോൾ ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഈ വർക്കിന് സംബന്ധിച്ച ഒരു ബോൾസിൻ്റെ ഒരു പരിപാടി ഉണ്ട്. ബോൾസ് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ബോളാണ്. ആ ബോൾ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സാധനം ഉപയോഗിക്കൽ. ഞങ്ങൾ നാരങ്ങ കടയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് നാരങ്ങ ഉണ്ടാവും, നല്ലതൊന്നും വേണ്ട, നല്ല കുറേ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനം കിട്ടണമെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പോൾ ആ സാധനം കൊണ്ടുവന്നിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രില്ലോ മറ്റുള്ള ഷാമ്പു ഇതൊക്കെ കൂട്ടണ്ട ചേർക്കുക. ഷാമ്പു ചേർത്ത് നമ്മൾ പാത്രം കഴുകുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അറിയില്ല. പിന്നെ പ്രില്ല് ചേർക്കുക. പ്രില്ല് വെച്ചാൽ കുറച്ച് മണം കിട്ടും, സ്മെല്ലുണ്ടാവും. അതും പിന്നെ സ്റ്റീലിൻ്റെ പാത്രം കഴുകി കഴിഞ്ഞാൽ തിളങ്ങിക്കും. പുതിയ പാത്രത്തിൻ്റെ മേലെ കറുപ്പോ ചളിയോ മഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും. നല്ല ക്ലിയറായി തിളങ്ങണ പാത്രമായി കിട്ടും. സ്റ്റീലും അലുമിനിയം എല്ലാ സാധനം. ഇപ്പോൾ ചെറിയ ഐറ്റംസ് സാധനങ്ങളൊക്കെ സ്പൂണ് ചെറിയ പ്ലേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബക്കറ്റിൽ കലക്കിയിട്ട് അതിലിട്ട് വെച്ചാൽ മതി. ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും. കുറച്ച് പ്രില്ലയിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പതം ഉണ്ടാവും, പതച്ച് നല്ല അടിപൊളി നല്ല ക്ലിയറായി കിട്ടും. ഇതെല്ലാതും ട്രൈ ചെയ്തേക്കുള്ളൂ. ഇത് ചെറിയ പൈസ ഉള്ളൂ. നമ്മളെ കടയിലൊക്കെ കിട്ടൂലേ നാരങ്ങ ഉണ്ടാവില്ലേ, മറ്റേ സെക്കൻഡ് ഹാൻഡ് ഒഴിവാക്കിയ നാരങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നാരങ്ങയൊക്കെ കുറച്ച് ചെറിയ പൈസ കൊടുത്താൽ മതി, അത് കിട്ടും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഗതി അടിപൊളിയാണ്. സംഗതി ഞങ്ങൾ ചെയ്യണമെന്ന് ഇവിടെ. നമ്മളുടെ പാത്രങ്ങളൊക്കെ അങ്ങനെ ഒക്കെ കഴുകലുണ്ട്, വൃത്തിയാക്കലുണ്ട് ഞങ്ങളെ ഷോപ്പിലേ. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങൾ ബോൾ ക്ലിയർ ആക്കാനാണ്. ബോൾ പിന്നെ അതതിൻ്റെ വൃത്തിയിൽ റെഡിയായി വരും, അതിനൊന്നും ഒരു തർക്കമില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം.